ഹായ് സ്റ്റുഡൻസ്, നമുക്കിനി 2020 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ വന്നിരിക്കുന്ന 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്സ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡെറിവേറ്റീവ് പ്ലാനിങ്? അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്ലാനിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് കേസ് ആൻഡ് മെത്തേഡ്? അതിന് 22 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിങ്ങിൻ്റെ ഫങ്ഷൻസ് ചോദിച്ച പോലെ തന്നെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും എന്താണെന്ന് നോട്ട് ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ? വാട്ട് ഈസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ? അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈൻ ഓർഗനൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ പോളിസി ആൻഡ് റൂൾസ്? അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് 22 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടായിരുന്നു. പ്രോഗ്രാം എന്താണ്, പോളിസി, പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് കണ്ടിജൻസി അപ്രോച്ച്? കണ്ടിജൻസി അപ്രോച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. എക്സ്പ്ലെയിൻ MBE, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. പിന്നെ ചോദിച്ചത് MBO ആണ്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. 11th വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്? അപ്പോൾ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. എസ്പിരിറ്റി ഡീകോപ്സ് ചോദിച്ചു. യൂണിറ്റി ഓഫ് കമാൻഡ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? അപ്പോൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് റെസിസ്റ്റൻസ് ടു കൺട്രോൾ അത് റെസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. 14th വാട്ട് ഡു യു മീൻ ബൈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ? അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തായാലും ഇമ്പോർട്ടൻ്റ്. ആ സ്ട്രക്ചറുകളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഡിഫൈൻ ഓർഗനൈസിങ്, ഇത്രയാണ് 15 മാർക്കിൻ്റെ. അപ്പോൾ ഓർഗനൈസിങ് അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പ്ലാനിങ് ചോദിച്ചു, അതേപോലെ തന്നെ പ്ലാനിങ്, ഡയറക്റ്റിംഗ് എന്താ ചോദിക്കാം, ഓർഗനൈസിങ് എന്താണ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, ബഡ്ജറ്റിംഗ്, ഇതെല്ലാം ഇപ്പോൾ ഓരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡിസ്കസ് ദ ബേസിസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഡിപ്പാർട്ട്മെൻറ്റേഷൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊന്നൊരു ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ വേരിയസ് ടൂൾസ് യൂസ്ഡ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കേസൺ? അപ്പോൾ കേസൺ മെത്തേഡാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്, കേസൺ മെത്തേഡ്. അതേപോലെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റും അതിൻ്റെ ഫീച്ചേഴ്സും ഇത് വീണ്ടും നെക്സ്റ്റ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് ഡെലിഗേഷൻ? ഡെലിഗേഷൻ്റെ ഇഫക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത്. ആൻഡ് 20th ക്വസ്റ്റ്യനിൽ പറഞ്ഞ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്? പ്ലാനിങ്ങിൻ്റെ ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലിമിറ്റേഷൻ, അഡ്വാൻറ്റേജസ്. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൂ ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, താല്പര കക്ഷികൾ ആരൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ബ്രീഫ്ലി ഡിസ്കസ് ദ എസെൻഷ്യൽ ഓഫ് ആൻ ഇഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം. ഒരു നല്ല കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ. അപ്പോൾ പ്ലാനിങ് എന്നുള്ള അവിടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. എന്താണ് പ്ലാനിങ്, സിംഗിൾ യൂസ് പ്ലാൻ എന്താണ്, സ്റ്റാൻഡിംഗ് പ്ലാനുകൾ എന്താണ്, പോളിസി, പ്രൊസീജിയർ, പ്രോഗ്രാമുകൾ, ആ കാര്യങ്ങളെല്ലാം അവിടെ നന്നായി നോട്ട് ചെയ്യുക. അതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വീതം പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. ഇനി essay ക്വസ്റ്റ്യനിൽ 24th വന്നിരിക്കുന്ന എക്സ്പ്ലെയിൻ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്തിക്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിഫൈൻ സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് അതേപോലെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്. 26th ക്വസ്റ്റ്യനിൽ നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, മാനേജ്മെൻറ്റ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്താ ചോദിച്ചിട്ടുണ്ട്. 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും ഇതേ തിയറി എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 27th ഡിഫൈൻ സ്റ്റാഫിങ്. സ്റ്റാഫിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ് സ്റ്റാഫിങ്ങിൻ്റെ. അപ്പോൾ എന്തായാലും പ്ലാനിങ്, കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പ് ചോദിച്ചു, പ്ലാനിങ്ങിൻ്റെ ചോദിച്ചിട്ടുണ്ട്, സ്റ്റാഫിങ്ങിൻ്റെ ചോദിച്ചിട്ടുണ്ട്, കോർഡിനേറ്റിങ്ങിൻ്റെ ചോദിക്കാം, ബഡ്ജറ്റിങ് ചോദിക്കാം, ഡയറക്ഷൻ്റെ ചോദിക്കാം. ഇതെല്ലാം ഇവിടെ ഓരോന്നായിട്ട് essay ക്വസ്റ്റ്യനിൽ നിങ്ങൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതിലത്തെയും essay ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.